ഓണത്തപ്പൻ നിർമ്മാണത്തിൽ പേരുകേട്ട ഒരു ഗ്രാമം എറണാകുളം ജില്ലയിലുണ്ട്. ഓണത്തിന് വീട്ടുമുറ്റത്ത് അലങ്കരിക്കുന്ന ഓണപ്പൂക്കളത്തിന് പ്രൗഢി നൽകുന്ന ഓണത്തപ്പൻ സെറ്റ് നിർമ്മിച്ചു നൽകുന്ന 200 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്തെക്കുറിച്ച് റിപ്പോർട്ട് കാണാം. മൂവാറ്റുപുഴ പെരുവമൂഴി ആലിൻചുവട്ടിലെ ഓണത്തപ്പൻ നിർമ്മാണ വിശേഷങ്ങളിലേക്ക്. ഇപ്പോൾ തടി കൊണ്ടും അതുപോലെ കതൊക്കെ കൊണ്ട് ആൾക്കാരൊക്കെ ഉണ്ടാക്കി വെക്കേണ്ട, അതൊക്കെ വെറുതെ ചെയ്യുന്നത് വെറും തെറ്റാണ്. ചുട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ഉടഞ്ഞു പോകില്ല. മണ്ണോട് ചേരണതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാതെ തന്നെ ഉപയോഗിക്കുന്നത്. പണ്ടത്തെ പോലെ അല്ലല്ലോന്നേ, എല്ലാവരും പഠിക്കാൻ പോകണു, അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ നടത്തുമല്ലേ. നമ്മളെ പോലെ ഇപ്പം ഇതിൽ നിൽക്കൂലല്ലോ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഇരുവശത്തായി മൂവാറ്റുപുഴയ്ക്ക് സമീപം പെരുവാമൂഴി, ആലിൻചുവട്, പാറയ്ക്കൽ, കോളാത്തുരുത്ത്, ഊരമന എന്നീ പ്രദേശങ്ങളിലായി ഏകദേശം 200ഓളം വേളാർ സമുദായ കുടുംബാംഗങ്ങളാണ് ഓണത്തപ്പന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. കളിമണ്ണ് കൊണ്ട് മൺപാത്രങ്ങളും കമനീയ ശില്പങ്ങളും സൃഷ്ടിക്കുന്നവരാണ് വേളാർ സമുദായക്കാർ. വേളാർ സമുദായ അംഗമായ മോഹനൻ തന്റെ കുലത്തൊഴിൽ അന്യം നിന്നു പോകാതെ നിലനിർത്തുന്നതിനായുള്ള അശ്രാന്ത പരിശ്രമത്തിലുമാണ്. എന്നാൽ പുതുതലമുറക്കാർ ഈ കുലത്തൊഴിൽ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുതുതലമുറയെ ആകർഷിക്കാനായി മോഹനന്റെ വീടിനോട് ചേർന്ന് ദേവന കളിമൺ പാത്ര നിർമ്മാണ ഫാക്ടറിയും അദ്ദേഹം സ്ഥാപിച്ചു. ഓണം സീസണായാൽ മോഹനൻ തന്റെ സമുദായ അംഗങ്ങളുടെ വീടുകളിലേക്ക് കളിമണ്ണ് കൊണ്ടെത്തിക്കും. പ്രായഭേദമന്യേ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഓണത്തപ്പനെ ഉണ്ടാക്കുന്നത് പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കുടുംബപരമായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടി സഹകരിച്ചാണ് ഇപ്പോൾ ഇത് നമ്മൾ യൂണിറ്റ് ഉള്ളത്. മണ്ണ് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി ഇവിടെ വീട്ടിൽ കൊണ്ട് തരാറുണ്ട്. അവർക്ക് അവർ വെറുതെ ഇരിക്കുക, എന്തെങ്കിലും പണിയോ എന്താണ് ഇത് സമയം അനുസരിച്ച് ചെയ്താൽ മതി. കൂടെ എന്നാൽ 10, 100, 150 രൂപയുടെ വിഷയമുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഈ പ്ലാസ്റ്റിക് മേടിച്ച് വെറുതെ ആവശ്യമില്ലാത്ത ഒരു വയ്യാവേലി വരുത്തി വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ചെയ്യാവുന്ന നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ ആണ്ടിൽ ഒരു വർഷത്തല്ലേ ഇത് വന്നുള്ളൂ. ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്ന ഓണത്തപ്പനെ പുനരുപയോഗിക്കാറില്ല. പാരമ്പര്യമായി ശരിയല്ല എന്നതാണ് മോഹനൻ വാദിക്കുന്നത്. നീണ്ട നാളത്തെ ഉപയോഗമില്ലാത്തതുകൊണ്ട് ഇവയെ ചുട്ടെടുക്കാറുമില്ല. പൊട്ടുകൾ രൂപപ്പെടുന്നത് കൊണ്ട് വെയിലത്ത് വെച്ചുണക്കാറില്ല. വായു സഞ്ചാരമുള്ള ഷെഡുകളിലാണ് നിർമ്മാണ ശേഷം സൂക്ഷിക്കുന്നത്. തുടർന്ന് ചായം നൽകി സ്വർണ്ണ കളറുള്ള ബോർഡറുകൾ വരച്ച് ഇവയെ ആകർഷകമാക്കുന്നു. ഓണത്തപ്പൻ 3 സൈസിൽ, ഏറ്റവും പൊക്കം കൂടിയത്, പിന്നെ അതിൻ്റെ താഴെ അങ്ങനെ 3 സൈസിലുണ്ടാക്കും. പിന്നെ മുത്തിയമ്മ, മുത്തപ്പൻ, അങ്ങനെയൊക്കെ അമ്മിക്കല്ല്, അരകല്ല്. ഇതിനെ വെയിൽ കൊള്ളിക്കാൻ പറ്റത്തില്ല. വെയിൽ കൊള്ളിച്ചാൽ ഇത് വിണ്ടുപോകും. അതുകൊണ്ട് നമ്മൾ തണലത്ത് ഇത് ഈ ഷെഡിൻ്റെ അകത്ത് തന്നെ വെച്ചാണ് ഉണക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നാൽ അത് കാറ്റുകൊണ്ട് ഉണങ്ങിക്കോളും. സ്വന്തം സമുദായത്തിന്റെയും കുലത്തൊഴിലിന്റെയും അന്തസ്സും മഹാത്മ്യവും ഒട്ടും ചോർന്നു പോകാതെ ഇത്തരം പാരമ്പര്യ കലാസൃഷ്ടികൾ കരവിരുതിലൂടെ ഓണപ്പൂക്കളങ്ങൾക്ക് നടുവിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നതിന്റെ സന്തോഷത്തിലും ചാരിതാർത്ഥ്യത്തിലുമാണ് മോഹനനും ഈ നാടും. DD ന്യൂസ്, എറണാകുളം.